children, welcome back to Social Studies class. We were studying lesson 4, what books and burials tell us. And in the previous class, we were seeing the special burial sites at Inamgaon. Inamgaon burial site and also we have studied about how do we know the skeleton correctly. We skeleton അത് സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ അതോ കൊച്ചുകുട്ടികളുടെയാണോ മുതിർന്നവരുടെയാണോ എന്നൊക്കെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും. This all we have studied. And we have also studied about Charaka, the famous physician. He lived 2000 years back. And he has written a book, famous book, that is Charaka Samhita. അപ്പോൾ മെഡിസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ചരക സംഹിത എന്നുള്ളത്. ആൻഡ് വി നോ there are 206 bones are there in our body. അപ്പോൾ അദ്ദേഹം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2000 years back, he stated that there are 360 bones in our body. നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയുക, പക്ഷെ ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ തന്നെ ഇനാംഗാവിലെ ബറിയൽ സൈറ്റുകളുടെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡെഡ് ബോഡീസ് ഒക്കെ അവർ മറവ് ചെയ്തിരുന്നത്, ക്ലേ ജാറുകൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഗ്രൗണ്ടിൽ ലേഡ് ഔട്ട് സ്ട്രേറ്റ് ദ ഡെഡ് ബോഡീസ്. അതുപോലെ തന്നെ ഹെഡ് നോർത്ത് ഡയറക്ഷനിലേക്ക് വെച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ധാരാളം ടൂൾസ്, എക്വിപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഈവൻ സെർവിങ് മെൻ വുമൺ, അതുപോലെ തന്നെ വെസൽസ് കണ്ടെയ്നിങ് ഫുഡ് ആൻഡ് വാട്ടർ ഓൾസോ സെർവ്ഡ് വിത്ത് ദ ഡെഡ് ബോഡി. അപ്പോൾ ഇതൊക്കെ അവർ ഇതിനോടൊപ്പം അടക്കം ചെയ്തിരുന്നു. Then today we can see from the evidences how do we say what occupations were done by the people of Inamgaon. അപ്പോൾ നമുക്ക് ആർക്കിയോളജിസ്റ്റുകൾക്ക് കണ്ടെത്തിയ എവിഡൻസിൽ നിന്നും ആർക്കിയോളജിസ്റ്റ് have found seeds of wheat, barley, rice, pulses, millets, peas and sesame. അപ്പോൾ ഇങ്ങനെയുള്ള സീഡ്സുകളുടെയൊക്കെ എവിഡൻസസ് got from this place. And you know this Inamgaon, it is an archaeological site in Maharashtra. But archaeologists have found so many evidences of seeds. Seeds എന്താണ് നിങ്ങൾക്കറിയാം? Wheat, barley, ഇങ്ങനെയുള്ള ഫുഡ് ഗ്രെയിൻസിൻ്റെ സീഡ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആനിമൽസ്, മെനി ബിയറിംഗ് കട്ട് മാർക്സ്. അതായത് ടു ഷോ കട്ട് മാർക്സ് എന്താ, ഇത് ഇവര് ഈ മനുഷ്യരിത് ആഹാരമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം മീറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഇന്നത്തെ കാലത്തെ മനുഷ്യർ they have used these animals for their food. So they may reared animals and they have done farming. അപ്പോൾ അതുകൊണ്ടായിട്ട് ഇങ്ങനെയുള്ള ക്രോപ്സ് they have grown. That is why archaeologists got evidences of seeds from there. Then we can also see the animals, like evidences of animals include sheep, dog, horse, ass, pig, zamba, that's a kind of deer, and birds, crocodiles, turtle, crab and fish. ഇതൊക്കെ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതേപോലെ ഇങ്ങനെയുള്ള മൃഗങ്ങളെ ഇതൊക്കെ വളർത്തിയിരുന്നു. And there are evidences of different kinds of fruits like berries like ber, amla, jamun. ഇപ്പോൾ വെറൈറ്റി ഓഫ് ബെറീസ്, ഇതിൻ്റെയൊക്കെ എവിഡൻസുകൾ So from these evidences we can say that what may be the occupations done by these people of Inamgaon. What were the occupations? Can you say farming, cattle rearing, then fishing. Okay. Then children, we know we are writing using paper. Paper and the books we handle are printed. അപ്പോൾ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പ്രിന്റിംഗ് മെഷീനും പേപ്പറും ഒക്കെ വരുന്നതിന് മുമ്പ് in China the people they started the first evidences of writing. Archaeologists got first evidences of writing from China, and they have written on bones, animal bones they used. അപ്പോൾ മൃഗങ്ങളുടെ ബോൺസിൽ എഴുതുന്ന ഒരു പ്രാക്ടീസ് അവർ നേരത്തെ തന്നെ ചെയ്തിരുന്നു. And these bones have special name. അങ്ങനെ ആനിമൽ ബോൺസ് അങ്ങനെ എഴുതാൻ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ആനിമൽ ബോൺസിൻ്റെ പുറത്ത് അവർ എഴുതി
ആ ഒരു സമ്പ്രദായം ചൈനയിൽ നിലനിന്നിരുന്നത്, അതായത് ഏകദേശം 3500 years ago. And that bonds we say oracle bonds. What children? Oracle bonds. Oracle bonds. Okay. So what are oracle bonds? Do all the bonds can we say oracle? No. എല്ലാ ബോൺസും അല്ല, ചിലതരം പ്രത്യേക ആനിമൽസിന്റെ ബോൺസ് അവരെടുത്തിട്ട് they have been written on that. And these they were used to predict the future. Not only they are written, but these writings they used to predict future. Predict എന്താ? പ്രവചിക്കുക അല്ലേ? ഭാവിയെക്കുറിച്ച് പ്രവചിക്കാനായിട്ട്, അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ള കാര്യങ്ങൾ to predict these what will happen in future. They used these oracle bonds. Animals bonds were used which place? In China. When 3600 years back, sorry, 3500 years back. And see children, the kings give instructions to the scribes. Who are scribes? We studied, no? The people who knows to write and read. Like, അങ്ങനെ എഴുതാനും വായിക്കാനും അറിയാവുന്ന സ്ക്രിപ്റ്റ്സിനോട് kings, according to the king's instruction, the scripts were written on animal bonds and oracle bonds, and these bonds were then put it into the fire. Then they will be cracked. Let put it there. Cracked bonds were used to predict the future by the fortune tellers. Fortune-tellers. Okay. Fortune tellers. F-O-R-T-U-N-E. Fortune tellers. T-E-L-L-E-R-S. Fortune tellers, അതായത് ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നവര് ഈ ക്രാഫ്റ്റ് ബോൺസിൽ, അതായത് എഴുതിയ ബോൺസുകൾ they will put it in fire and they used this to predict future. അല്ലേ? ഭാവിയെക്കുറിച്ച് അറിയാനായിട്ട്. അല്ലെങ്കിൽ kings usually ask the scripts to write on these oracle bonds to predict their future. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച്, അതായത് ഭാവിയെക്കുറിച്ച്, would they win battle? യുദ്ധം ജയിക്കുമോ? would they have sons? അനന്തരാവകാശികളായിട്ട് മക്കളെ ലഭിക്കുമോ? would they get a good harvest? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും ഭാവിയെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് they used these oracle bonds. And who do they set to know these fortune tellers? And what do they have done by after writing these on these bonds? They put it in the fire, and in fire that may be cracked. So ബോണ്ടുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, ഇങ്ങനെ പൊട്ടി മാറും. ആ പൊട്ടിയതിൽ നിന്ന് the fortune tellers they studied this and they predict the future. And many times that may be, sometimes that may be true and sometimes maybe it is not correct. That we know. അല്ലേ? അതൊക്കെ അവരവരുടെ വിശ്വാസമായിരിക്കാം. Then the kings mentioned in this, the kings used these type of practices അല്ലെങ്കിൽ oracle bonds ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ രാജാക്കന്മാര്, and they had vast amount of wealth, ധാരാളം പണവും മറ്റുള്ള ധാരാളം ധനമൊക്കെ ഉണ്ടായിരുന്ന കിങ്സ് ആയിരുന്നു. And they had a vast amount of wealth and they lived in palaces and in cities, and they amassed vast quantities of wealth including large elaborately decorated bronze vessels. അതായത് ഇതിനുള്ള ധാരാളം ബ്രോൺസ്, എന്താ ബ്രോൺസ് പിച്ചള എന്ന് പറയും അല്ലേ? അപ്പോൾ കോപ്പറിൻ്റെ ഒരു മിശ്രിതമാണ് ഈ ബ്രോൺസ് എന്ന് പറയുന്നത്, നമ്മൾ പിച്ചള എന്ന് പറയും. ഇങ്ങനെയുള്ള ധാരാളം വെസൽസ്, ഇങ്ങനെയുള്ള ജാറുകൾ, വെസൽസുകളൊക്കെ അവർ, പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. ബട്ട് ദേ ഡിഡ് നോട്ട് നോ ദ യൂസ് ഓഫ് അയൺ. ഇന്നത്തെ കാലത്ത് അവർക്ക് ഇരുമ്പിൻ്റെ ഉപയോഗമൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ രാജാക്കന്മാർ, they are quite different from the rajas we mentioned it, we studied in Rigveda. നിങ്ങൾക്കറിയാം അല്ലേ? ഈ രാജാസ് ഇപ്പം നമ്മൾ പറഞ്ഞവര് കിങ്സ് we have studied in here, they have like other kings, they lived in palaces and cities and they had lot of wealth, and they are like other kings that we studied. Many of time we heard about kings. മറ്റുള്ള രാജാക്കന്മാരെ പോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞവരെ. പക്ഷേ ഋഗ്വേദാസിൽ we studied about another type of രാജാസ്. അവർ വ്യത്യസ്തരായിരുന്നു, നമ്മൾ പഠിച്ചു. So children, what do we have studied today? We were studying about occupations done by the people of Inanga. From the archaeological evidences we can say that they have done farming, fishing, like അതേപോലെ തന്നെ they from the evidences seeds of so many food grains got from there,
like wheat, barley, rice, pulses, sesame, and bones of animals also need. Also got animals like so many animals. Cattle, buffalo, goat, sheep, dog, horse, antelope. Then hare, mongoose. Then besides birds, crocodile, turtle, crab. These are the bones of these animals got from there. And also they have eaten or they have used berries, different kinds of fruits like berries they have used. And we were then studying about the oracle bonds. They are writing on bonds. And they used bonds to write, and that practices were there in China in 3500 years ago. Kings were used to instruct the scribes to write on the bonds, and they used these bonds to predict future. And they used these bonds to write, and they were called oracle bonds, and they were put it in fire, then they cracked. These cracked bonds were studied by the fortune tellers to predict the future. Children, now it is time to wind up. You can read the lesson. You should read the lesson. Stay healthy. You should read page number 43 and 42. Okay, thank you.